എന്നെ കേൾക്കുന്ന ദൈവവേദലെ ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് വാഹനം ഓടിക്കുന്ന ദൈവലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മദ്യത്തിൽപ്പെട്ട് അടിമപ്പെട്ട് ഇന്ന് വാഹനം ഓടിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വാഹനം അപകടം നടക്കുന്ന ഒരു ദേശമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. നമ്മൾ ഇന്ന് എല്ലാവരും ചിന്തിച്ചു നോക്കും. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഹല്ലേലൂയ, സ്തോത്രം. എന്തുകൊണ്ടെന്നാൽ മദ്യം നമ്മളെ നാടുകളിൽ മദ്യമെന്ന ആ സന്തോഷത്തിൽ മദ്യമെന്ന ആ സുഖത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ മദ്യപിച്ച് മതോന്മുഖമായപ്പോൾ നമ്മളുടെ അധ്വാനിക്കുന്ന ഫലം മുഴുവൻ മദ്യശാസ്ത്രങ്ങളിൽ കൊടുത്ത് നമ്മൾ മദ്യത്തിന് അടിക്കാവുമ്പോൾ മയക്കുമരുന്നിന് അടിമയാവുമ്പോൾ നമ്മുടെ ചിന്താ മണ്ഡലങ്ങൾ വികസിക്കുന്നു, നമ്മൾ ദുഃഖങ്ങൾ കയറി വരുന്നു, നമ്മൾ തന്നെ അറിയാതെ ആത്മഹത്യയുടെ വഴിയിലേക്ക് എത്തപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മദ്യപേന പല കുടുംബങ്ങളും തകർന്നുപോയി. അല്ലെങ്കിൽ ഇന്ന് 1000 രൂപ ഒരു കൂലിപ്പണിക്കാരന് ശമ്പളമുണ്ടെങ്കിൽ 1000 രൂപയും 9000 രൂപയും അല്പാൽപമായി അന്നേ ദിവസം തന്നെ മദ്യശാസ്ത്രങ്ങളിൽ ചെലവാക്കും. അത് കൂട്ടുകൂടിയിട്ടാവാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കാവാം, എങ്ങനെ തീരും. പിന്നെ കിട്ടുന്ന 100 രൂപയ്ക്ക് സിഗരറ്റോ വീഡിയോ ലഹരി വസ്തുക്കളോ വാങ്ങിക്കൊണ്ട് അവനവർക്ക് പോകുന്നു. എന്നതിന്റെ പട്ടിണിയും പണപട്ടിണിയുമായി വീട് കഴിയുന്നു. നീ കിട്ടുന്ന പൈസ മുഴുവൻ മദ്യപിച്ച് നിന്റെ ജീവിതം അവസാനിക്കുമ്പോൾ നീ ഒരു രോഗിയായി മാറുമ്പോൾ മദ്യം നിന്നെ ഒരു രോഗിയായി മാറ്റുന്നു. നീ കൊണ്ടുകൊടുക്കുന്ന രൂപകൾ ഇവിടെ മദ്യലോഹികൾ വളർന്ന് അമ്പരച്ചുംബികളായ സ്തോത്രം വലിയ വലിയ മണുമായി ഹോസ്പിറ്റൽ കെട്ടി അവിടെ ടെക്നോളജികൾ വളർത്തി അവരെടുക്കുമ്പോൾ നീ വീണ്ടും നിന്റെ രോഗത്താൽ അവരുടെ നീ അധ്വാനിക്കുന്ന നിന്റെ ബന്ധുക്കളുടെ പണം മുഴുവൻ നിന്നെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ, നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിന്റെ നീ മുടക്കിയതും നീ ഉണ്ടാക്കിയതുമായ എല്ലാം ഹോസ്പിറ്റലിൽ ചെലവാക്കുന്ന ഒരു അവസ്ഥ. ഹല്ലേലൂയ, സ്തോത്രം. എന്തുകൊണ്ട് നമ്മൾ ഇന്ന് മദ്യത്തിന് അടിമയാണ്. ഇന്ന് നമ്മൾ നമ്മുടെ ജീവൻ കൊടുത്ത് സ്നേഹിച്ച നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചിറക്കി കൊണ്ടുവന്ന നിന്റെ പ്രിയ പത്നി, നീ ജന്മം കൊടുത്ത കുഞ്ഞുങ്ങൾ ഇന്ന് ആരുമില്ലാതെ പഠിക്കുവാൻ പറ്റാതെ മറ്റുള്ള ചിന്തകൾക്കുവാതെ ഇന്നവർ അവതാളത്തിലായി റോഡിലിറങ്ങി നിൽക്കേണ്ട അവസ്ഥ. എന്നെ കേൾക്കുന്ന ദൈവങ്ങളിലെ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്റെ സഭയിലെ ഒരു സഹോദരൻ എന്നിട്ട് പറഞ്ഞ പാസ്റ്ററെ, എന്റെ മകൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. എന്റെ മകൻ ബാംഗ്ലൂരിൽ ഇവിടെ എസ്എസ്എൽസി കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ അവന് ബാംഗ്ലൂരിൽ പഠിക്കാൻ കിട്ടും. എന്നാൽ അവൻ നാട്ടിൽ വരെയാണ്. അവൻ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയമാണ്. ഇവിടെ വെച്ച് ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത എന്റെ മകൻ. എന്നാൽ ഇപ്പോൾ അവൻ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയമാണ്. അതുകൊണ്ട് അവന് മരിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കേൾക്കുന്ന പ്രിയ സഹോദരി, നമുക്ക് മരണത്തെ കുറിച്ച് ഒന്നും നമുക്കറിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവന്റെ നല്ല രീതിക്ക് വേണ്ടി അവന്റെ മദ്യപാനം മയക്കുമരുന്നിൽ രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കാം. ആ സഹോദരങ്ങളിൽ എല്ലാ വർഷവും അവൻ വന്നാൽ എന്നെ ഒരു മാതാവായിട്ട് എന്റെ അപ്പനായിട്ട് എല്ലാം കാണുന്നത്. പിന്നെയോ അവന് ലക്ഷങ്ങൾ വില വരുന്ന വിലപിടിപ്പുള്ള മദ്യം ഉപയോഗിച്ചും കിട്ടാതെ വരുമ്പോൾ വീടിനെ ആധാരമായിട്ട് വെക്കുവാൻ അവൻ എന്നെ വരുന്ന ഫോൺ വിളിച്ചു പറഞ്ഞു. ഇല്ലെങ്കിൽ അവൻ ഞങ്ങളെ നല്ല ദൈവങ്ങളെ ഞാൻ ആ മകനെ കാണുവാനിടയുണ്ടായി. ആ മകനെ പോയി ഇബ്രാഹിം വെച്ച് അവനിൽ ചെയ്യാൻ മരിക്കാത്ത ഒരു പൈശാചികമായി മകനെ പ്രാർത്ഥിക്കുവാനിടയുണ്ടായി. എന്നാൽ ഇന്നവൻ ബാംഗ്ലൂരിൽ തിരുവനന്തപുരത്ത് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ദൈവങ്ങളെ വൃക്ഷശാസ്ത്രകാരൻ ഒരു എന്റെ നഗരത്തിൽ നടത്തുമ്പോൾ ഒരു പയ്യൻ തിരുവനന്തപുരത്ത് വന്നിട്ട് പറയുക, ഹലോ അദ്ദേഹം പറഞ്ഞു, ഞാൻ സുഖമാണെന്ന് ലോകസുവിശേഷകനായ എനിക്ക് നരകത്തിൽ പോകാനുള്ള വഴി എന്ന് പറഞ്ഞു തരാമെന്ന്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നരകത്തിൽ പോകാനുള്ള വഴിയല്ല
ഗവൺമെന്റ് ജോലി, ഞാൻ നിനക്ക് സ്വർഗത്തിൽ പോകേണ്ട വഴി പറഞ്ഞു തരാം. തൽക്കാലം എന്നെ കേൾക്കുന്നത് സ്വർഗത്തിൽ പോകേണ്ട വഴി പറയാമെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറയല്ല, ആ ബൈബിൾ പറയും നഗരത്തിൽ പോയി നരകത്തിൽ പോകേണ്ട വഴി തന്നെ അറിയണമെന്ന്. അപ്പോൾ ആ മനുഷ്യൻ വിശേഷകനായ നീ ഈ പോകുപോലെ തന്നെ പോയാൽ മതി, നീ നരകത്തിൽ പൊട്ടുള്ളത്. എന്നെ കേൾക്കുന്ന ദൈവങ്ങളെ അവൻ ആ സ്പീഡോടുകൂടി കണ്ട് അവർ ഈ മനുഷ്യൻ നടന്ന് തിരിച്ചു വരുമ്പോൾ ഒരു അരമണ കിലോമീറ്റർ നടന്ന് ചെല്ലുമ്പോൾ അവിടെ ഒരു കുതിരപ്പുറത്ത് വന്ന് നരകത്തിൽ കേൾക്കേണ്ട ആ മനുഷ്യൻ അവിടെ ആ പയ്യനോട് മരിച്ചു കിടക്കുന്നതാണ് ഇവിടെയാണ്. അപ്പോൾ വിശ്വസായിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് സ്വർഗത്തിൽ പോയുള്ള വഴി പറഞ്ഞു തരാം, നീ കേട്ടില്ല, എന്നാൽ നരകപുത്ര അടുത്താണെന്ന് ഞാൻ അറിഞ്ഞതില്ല. അല്ലെങ്കിൽ സ്തോത്രം. എന്നെ കേൾക്കുന്നത് മദ്യം നമുക്ക് ഒന്നും നേടിത്തരത്തില്ല, മദ്യം ഒന്നിനും ഒരു വഴിയല്ല, മദ്യം ഒരു സന്തോഷം നമുക്ക് വാങ്ങിത്തരത്തില്ല, മദ്യം നമുക്ക് ഒന്നിനും നമുക്ക് ഒരു നേട്ടം ഉണ്ടാകത്തില്ല. മദ്യപാന നഷ്ടമോ നേട്ടമോ എന്ന് ഞാൻ ചോദിച്ചാൽ നമ്മൾ പറയും ആനന്ദത്തിനായാണ് ഞാൻ മദ്യം പോകുന്നത് എന്നത് ചിന്തിക്കലിന്റെ സൂചന ജീവിതം അതേപോലെ ദുരിതപൂർണമാകുകയാണ്. നമ്മൾ എന്തിനായി ആനന്ദം അല്ലെങ്കിൽ ശേഷം അത് സന്തോഷത്തിനായി എന്നാൽ എന്റെ ജീവിതങ്ങളോട് കുടുംബത്തിലാകുകയാണ്. സുഹൃത്തുക്കളെ നേടുവാൻ നമ്മൾ മദ്യത്തിൽ മയക്കുമരുന്നിന് അടിമകൾ അവരെനിക്ക് അവസാനം ശത്രുക്കളായി മാറുന്നതാണ് സാധിക്കും. ഇന്ന് പല സുഹൃത്തുക്കളും മദ്യത്തിലൂടെ പല ആത്മാർത്ഥ സുഹൃത്തുക്കളെ വെട്ടി മുറുക്കി കൊന്നതുമായി കാണുവാൻ സാധിക്കും. നമുക്കറിയാം സ്വന്തം കൂടെ പത്തനംതിട്ട കാലത്തിൽ അപ്പന്റെ അനിയന്റെ കൂടെ 7 വയസ്സായ ഒരു കുഞ്ഞ് തന്റെ സ്വന്തം അപ്പന്റെ കൂടെ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് മിഠായി വാങ്ങിക്കൊടുക്കുകയും ചാടി നടന്ന 5 ഓമനയെ അവന്റെ കൈകളാൽ ബലാത്കാരം ചെയ്ത് കൊണ്ടുന്നത് നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിൽ കൂടി വായിച്ചും കണ്ടും അറിഞ്ഞതാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദര, ോട് ശക്തി ബന്ധത്തിൽ നിന്നുകൊണ്ട് ശാന്തമായി സേവിക്കുന്ന ഒരവന്റെ അനിയന്റെ കൂടെ സന്തോഷമായി നടന്ന പ്രിയ മകൾ കിടക്കുന്നത് അവനെ പോലീസിൽ പറയണേ, ഞാൻ മദ്യത്തിൽ ചെയ്തതാണ്, എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു, ഞാൻ കഞ്ചാവിന് അടിമയായിരുന്നു, ഡ്രൈവറിന് അടിമയായിരുന്നു, എനിക്കൊന്നും അറിയാൻ സാധിക്കില്ല. പലവരും ഉറക്കം കിട്ടാൻ വേണ്ടി മദ്യം കഴിക്കുന്നവരുണ്ട്. ശക്തിയോടെ നമ്മൾ മദ്യപിക്കാറുണ്ട്, ധൈര്യം കിട്ടുവാൻ മദ്യപിക്കാറുണ്ട്. ഞാൻ പറയട്ടെ, അതോടുകൂടി ഞാൻ പറയുന്നു, ഈ ദുർബലമായി തീരുകയാണ്. ഊർജ്ജസ്വലനായി നീ മദ്യപിക്കുന്നവനാണോ ഇതിൽ നിന്ന് അവരോ അസ്വസ്ഥതയില്ലായ്മ തന്നെ തേടി വരുന്നു. ധൈര്യത്തിനായി ചിലവർ മദ്യം കഴിക്കാറുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, നീ കൂടുതൽ ഭയാചിന്തകനായി മാറുകയാണ്. സംസാരിക്കാൻ വേണ്ടി ചിലവരെ നമുക്കറിയാം, ഒരു എന്നാൽ ഇന്ന് തൽക്കാലം ശ്രമിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, നമ്മളൊരു നിമിഷം ഈ ശബ്ദവാദികളുടെ ശബ്ദപരിധികളിലേക്ക് ഇപ്പോൾ നിങ്ങൾ ശ്രമിക്കും. ഞാൻ ഈ സംസാരിക്കുന്ന ഒരാൾ നിങ്ങളാണോ? നിങ്ങൾക്ക് ഈ അനുഭവം